രാഹുലോ? അതാരാ? അങ്ങനെ ഒരാളെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. പിന്നെ അങ്ങോട്ട് ചിരിയാണ്, മൊത്തം ചിരി. ബോംബ് ഇട്ടതും അത് പൊട്ടിച്ചതും അത് ചീറ്റിയതും ബോംബ് ഉണ്ടാക്കാൻ നടക്കുന്നവരും ബോംബിനി ഉണ്ടാക്കാൻ വച്ചിരിക്കുന്നവരും ഒക്കെ മൊത്തത്തിൽ നാണം കെട്ട് നനഞ്ഞ പടക്കമായി പോയി എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? പൊതുവെ പ്രേക്ഷകർ പറയും നീ പറയുന്നത് ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല എന്ന്. അങ്ങനെയല്ല. ഇത് ആദ്യം ഒരു നടി ഒരു ചാനലിന് ഒരു അഭിമുഖം കൊടുത്തു. ഒരു യുവ നേതാവ് തനിക്ക് മോശമായ മെസ്സേജ് അയച്ചു, തന്നെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചു. എന്നെ മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് അങ്ങ് നിർവചിച്ചെടുത്തു. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരായി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പറയുന്ന നടി ഈ നടിയാണെന്ന് പോലും നമ്മൾ അറിയുന്നത് ഈ പ്രശ്നത്തിന് ശേഷമാണ്. ഇങ്ങനെ ഒരു നടി കേരളത്തിൽ ഉണ്ടെന്ന് പോലും അറിയുന്നത്. എന്തായാലും ഈ നടി എവിടെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞതായിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്ത് ചോദിച്ചാലും ചിരി മാത്രമല്ലാതെ ഒരു കാര്യം, ഒരു വാക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഒരിടത്തും ഇവർ പരാമർശിച്ചിട്ടില്ല. ഹൂ കേസ് എന്ന് പറഞ്ഞ ഒരു നേതാവാണ്. ഹൂ കേസ് എന്ന് പറഞ്ഞത് ഈ അടുത്ത കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിലായതുകൊണ്ട് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞു. പിന്നീട് പലതവണ പല മാധ്യമ പ്രവർത്തകരും പലയിടത്തും വെച്ച് ഇവരോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോഴൊന്നും ഞാൻ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ചു, അതായത് കൂടെ കിടക്കാൻ വിളിച്ച ഒരാളെ ഞാൻ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് ഇത്രയും നാൾ പറയാത്തത്, ഞാൻ ഉപദേശിച്ചിട്ടും അയാൾ നന്നാവാത്തത് കൊണ്ടാണ് ഞാൻ പുറത്തു പറഞ്ഞത്. അപ്പോഴും ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങൾ ഉപദേശിച്ചിട്ട് നന്നാവാത്ത ആ യുവ നേതാവ്? ആരാണ് നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് നിങ്ങളെ കിടക്കാൻ ക്ഷണിച്ച ആ യുവ നേതാവ്? അത് പറയൂ. അത് പറയില്ല. എന്നെ കൊന്നാലും ഞാൻ അത് പറയില്ല. പക്ഷേ സതീശന്റെ പേര് പറഞ്ഞപ്പോൾ ഈ യുവനടി എന്ന് അവകാശപ്പെടുന്ന നടി രംഗത്ത് വന്നിട്ട് പറയുകയാണ്, എന്റെ പേരിന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. എന്റെ പിതൃതുല്യനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പറയാൻ എന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ വിളിച്ചു, എനിക്ക് മോശമായ മെസ്സേജ് അയച്ചു എന്ന് പറയാൻ കാണിച്ച ധൈര്യം എന്തുകൊണ്ട് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പറയാൻ നിങ്ങൾ ധൈര്യം കാണിക്കുന്നില്ല? ഇപ്പൊ എല്ലാരും പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എത്ര കിട്ടി വെള്ള പൂശാൻ ഇറങ്ങിയിരിക്കുക എന്ന്. ഒരിക്കലും അല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വെള്ള പൂശേണ്ട കാര്യം ഞങ്ങൾക്കില്ല. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. ഒരു പെണ്ണുപിടിയനാണ് എങ്കിൽ തീർച്ചയായും അയാൾ ശിക്ഷിക്കപ്പെടണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോ സ്ത്രീകളുടെ അപ്പുറം നടന്ന് ശല്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് കേസ് എടുക്കുന്നു. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരുത്തനോടൊപ്പവും സ്ത്രീകൾക്കെതിരെ അശ്ലീല മെസ്സേജ് അയക്കുന്ന, സ്ത്രീകളെ കൂടെ കിടക്കാൻ വിളിക്കുന്ന, സ്ത്രീകളെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന, ലൈംഗിക ബന്ധത്തിനെ പ്രേരിപ്പിക്കുന്ന, വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരുത്തന്മാരോടൊപ്പവും നിൽക്കുന്ന പ്രകൃതം പൊതുവേ എനിക്കില്ല. അതുകൊണ്ട് ഞാൻ നിൽക്കത്തുമില്ല. പിന്നെ ഇവിടെ പറയാനുള്ളത്, രണ്ടുപേരും തെറ്റുകാരാണ്. വിളിച്ചപ്പോ പോയ സ്ത്രീയും തെറ്റുകാരാണ്, വിളിച്ച പുരുഷനും തെറ്റുകാരനാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ പുറത്ത് പറയാൻ കാണിച്ച ധൈര്യം എന്തുകൊണ്ട് ഈ സ്ത്രീ ആ യുവ നേതാവിന്റെ പേര് പറയാൻ കാണിക്കുന്നില്ല? കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ അവരോട് ചോദിക്കണം. ഇപ്പൊ ഈ അടുത്ത സമയത്ത് 1-2 ദിവസം മുൻപ് അവരോട് ഒരു വീഡിയോ ഇറങ്ങി. അതിൽ അവരോട് ചോദിക്കുകയാണ്, ഇപ്പോ ക്രൈംബ്രാഞ്ചൊക്കെ അന്വേഷണമായി, ഇപ്പോ പിന്നെ വെടി പൊട്ടിക്കുമെന്ന് പലരും ഒക്കെ പറയുന്നുണ്ട്, എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഇല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു ഓണത്തിന്റെയൊക്കെ സമയമായി വരികയാണ്. അതായത് ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, നിങ്ങൾ ഓണത്തെക്കുറിച്ച് ചോദിക്കുക. എൻ്റെ അടുത്ത സിനിമ ഏതാണ്, എനിക്ക് ഇതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി, ഞാൻ സദ്യക്ക് പരിപ്പാണോ സാമ്പാറാണോ കഴിക്കുന്നത്, പിന്നെ ഞാൻ പൂക്കള ഇടാറുണ്ടോ, ഞാൻ ഓണം ആഘോഷിക്കാറുണ്ടോ, ഇത്തവണത്തെ എൻ്റെ ഓണം ആരോടൊപ്പമായിരിക്കും, ഇത്തവണത്തെ ഓണത്തിന് ഞാൻ സ്റ്റാർ ആയതുകൊണ്ട് പ്രത്യേക ചിലവ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ. രാഹുലോ? അതാരാ? എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനും ഇല്ല. ഇവരാണ് ഇതൊക്കെ ഇളക്കി വിട്ട് ഈ കേരളം കത്തിച്ചത്. കേരളം കത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. സതീശൻ ഇപ്പൊ പുതിയ ബോംബ് തപ്പി ഇറങ്ങിയിട്ടുണ്ട്. അത് CPM-ന്റെ നെഞ്ചത്ത് വെച്ച് പൊട്ടിക്കണോ BJP-യുടെ നെഞ്ചത്ത് വെച്ച് പൊട്ടിക്കണോ എന്ന് അറിയാൻ സാധിക്കാതെ സതീശൻ ബോംബും കൊണ്ട് നടക്കുന്നുണ്ട്. സതീശന്റെ ബോംബ് അന്വേഷിച്ച് CPM-ഉം BJP-യും നടക്കുന്നുണ്ട്. ഇനി പിന്നെ എന്താ പറയുക, രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞപ്പോൾ ഷാഫിയെ പിടിച്ച് DYFI നട റോഡിലിട്ട് പ്രതിഷേധം അറിയിക്കുന്നു. പ്രശ്നം കൊണ്ടാകും. കേരളം നിന്ന് കത്തുകയാണ്. അതായത് ഒരു നടി ഒരു ദിവസം ഒരു ചാനലിൽ വന്നിരുന്ന് പറഞ്ഞു പിറ്റുന്ന ആ നടിയുടെ പുറകെ കുറെ മാധ്യമങ്ങൾ പോയി. ആ നടി അപ്പോഴും ഈ വിവാദമായ ആളുടെ പേര് പറയുന്നില്ല.
മാധ്യമങ്ങളെല്ലാം കൂടെ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് വിധി എഴുതുന്നു. പിന്നീട് കുറെ വോയിസ് ക്ലിപ്പുകൾ വരുന്നു. ഈ വോയിസ് ക്ലിപ്പിലുള്ള പെൺകുട്ടി രംഗത്ത് വരുന്നില്ല. പെൺകുട്ടിക്ക് ഗർഭമുണ്ടെന്ന് പറയുന്നു. പിന്നീട് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു, കൊല്ലാൻ ശ്രമിച്ചെന്ന് പറയുന്നു, ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നു. അങ്ങനെ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നലെ വരെ. ഇന്നലത്തിന് ശേഷം പിന്നെ വലിയ ഒച്ചപ്പാടും പടക്കമൊന്നും കേൾപ്പിക്കല്ല. കേരളം ഞെട്ടും എന്ന് സതീശൻ ഒരു ആംഗ്യം കാണിച്ചതിനപ്പുറം സതീശനെ കൊഞ്ഞനം കാണിച്ചുകൊണ്ട് ആളുകൾ ഇറങ്ങിപ്പോയതല്ലാതെ ഇവിടെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ യുവനടി? ആരാണ് നിങ്ങളെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചതെന്നും ആരാണ് നിങ്ങളെ ഈ അശ്ലീല മെസ്സേജ് അയച്ച് രംഗത്ത് വരാൻ അല്ലെങ്കിൽ അശ്ലീല മെസ്സേജ് അയക്കാൻ ഇടയാക്കിയതെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആ ധൈര്യമില്ലാത്ത നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇളിച്ച് ഇങ്ങനെ സ്വയം ഇങ്ങനെ ഇളുഫിയായി മാറുന്നത്? നിങ്ങളുടെ ചിരിയൊന്നും ഇവിടെ ആർക്കും കാണണ്ട. നിങ്ങളെപ്പോലെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിഞ്ഞത് ഈ രാഹുൽ മാങ്കൂട്ടത്തെ കേസ് വന്നു. അതിന് നിങ്ങൾ രാഹുലിനോട് നന്ദി പറയണം. കാരണം നിങ്ങൾ പേര് പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ അടയാളപ്പെടുത്തിയത് നിങ്ങളെ കൂടെ ഐഡന്റിറ്റിയാണ്. അതുകൊണ്ട് അതിൽ അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. കാരണം ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾ അറിയിച്ചല്ലോ, അതിൽ നന്ദിയുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടമാണ് നിങ്ങളെ അങ്ങനെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും ആ പേര് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥയാണ്. നിങ്ങളുടെ അഭിനയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾ അടുത്തെടുക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയണ്ട, നിങ്ങളുടെ ഓണത്തല്ല്, ഓണപ്പാട്ട്, ഓണക്കളികളെ കുറിച്ചൊന്നും ഞങ്ങൾക്കറിയണ്ട, നിങ്ങൾ ഓണം ആരോടൊപ്പം എപ്പോൾ എങ്ങനെ ആഘോഷിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയണ്ട, നിങ്ങൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആരെയൊക്കെ കാണുന്നു, നിങ്ങൾ ആരുടെ പപ്പറ്റാണ്, ഇതൊന്നും ഞങ്ങൾക്കറിയണ്ട. ഇതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല. ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തിലെ വില്ലൻ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പോലീസ് സ്റ്റേഷനിലും പരാതിയില്ല, FIR ഇല്ല. ഇപ്പൊ ക്രൈംബ്രാഞ്ച് സ്വമേധയാണ് കേസ് എടുത്തിരിക്കുന്നത്. ആരും പരാതിയായി രംഗത്ത് വന്നിട്ടില്ല. ഗർഭം ഉണ്ടാക്കിയെന്ന് പറയുന്നവർ പോലും ആ ഗർഭത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തെളിവ് നിരത്തി രംഗത്ത് വന്നിട്ടില്ല. ആകെക്കൂടെ മാധ്യമങ്ങൾ വിട്ട ചില വോയിസ് ക്ലിപ്പുകളാണ്. അതിലെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ അറിയില്ല. ഈ പെൺകുട്ടി, അതായത് ഈ ഗർഭമുണ്ട് എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് ഞാനത് മറ്റൊരാൾക്ക് കൊടുത്ത ഓഡിയോ അത് അയാൾ ലീക്ക് ചെയ്തതാണ് എന്ന് പറയുന്നു. ഇതിൻ്റെ ഒക്കെ ഒരു വലിയ എന്തൊക്കെയോ നമ്മൾ മനസ്സിലാക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പൊതുസമൂഹത്തോട് ഒരു മാപ്പെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണം. പിന്നെ മാത്രമല്ല, അന്വേഷണത്തെ കൃത്യമായി നേരിടാനുള്ള ധൈര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കണം. ഇനി ഇങ്ങനെ ഒരു തെറ്റ് രാഹുൽ മാങ്കൂട്ടം ആവർത്തിക്കാതിരിക്കാനുള്ള തരത്തിലുള്ള മാതൃകാപരമായ ശിക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല ഒരാളും സ്ത്രീകൾക്കെതിരെ വിശ്വാസവഞ്ചന, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഗർഭിണിയാക്കിയിട്ട് വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരു കാര്യവും കാണിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ മറച്ചു പിടിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ രണ്ടുപേരും തെറ്റുകാരല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സുപ്രീം കോടതി അഭിഭാഷക പറഞ്ഞതുപോലെ റൂമിലേക്ക് വരുന്നതും റൂമിന്റെ അടുത്തേക്ക് എത്തുന്നതും കതക് തുറക്കുന്നതും ആ കട്ടിലേക്ക് വരുന്നതും കട്ടിലേക്ക് കിടക്കുന്നതും ആര് നിർബന്ധിച്ച് വിളിച്ച് കിടത്തിയതല്ലല്ലോ, സ്വമേധയാ പോയി കിടന്നതല്ലേ. അതിനുശേഷം അയാൾ ശരിയാണ്, അയാൾ വിശ്വാസവഞ്ചന കാണിച്ചു, നിങ്ങളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ നിങ്ങളോടൊപ്പം എന്താ പറയുക, നിങ്ങളെ പറഞ്ഞ വാക്ക് അയാൾ പാലിച്ചില്ല. അത് സത്യസന്ധമായ കാര്യം തന്നെയാണ്. പക്ഷേ അതിന് രണ്ടുപേരും കുറ്റക്കാരാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. എന്തായാലും നടിയുടെ ഇളിയും ഈ ചിരിയൊന്നും ഞങ്ങൾക്ക് കാണണ്ട. ആരാണ് വില്ലൻ അത് മാത്രം പറഞ്ഞാൽ മതി.